കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. സെക്ടർ 1, 6, 7 എന്നിവിടങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. തൃക്കാക്കര ഫയർ യൂണിറ്റും നഗരസഭ നിയോഗിച്ച ഫയർ യൂണിറ്റുകളും എത്തി തീയണച്ചു. റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉച്ചയ്ക്ക് 2:30 പ്ലാന്റിന്റെ 3 പ്രദേശങ്ങളിൽ ചെറിയ രീതിയിൽ തീ പടർന്ന് കത്തുന്നതായി കാണുന്നത്. ഇവിടുത്തെ തൊഴിലാളികളാണ് കണ്ടത്. അതിനുശേഷം ഇവിടെ തന്നെ ഒരു ഫയർഫോഴ്സിനെ നിർത്തിയിട്ടുണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെത്തി ആ ഒരു ഭാഗം തീ അണയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. മറ്റ് 2ഇടത്തും ഇവിടുത്തെ വർക്കേഴ്സ് തന്നെ എത്തി തീ ആളി പടരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ നടത്തി ആ തീ അണയ്ക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അതിനുവേണ്ടി ഇടപെട്ട ഒരു തൊഴിലാളി തന്നെ ഇവിടെ ഉണ്ട്. അവരോട് തന്നെ ചോദിക്കാം, എന്തായിരുന്നു സംഭവിച്ചത്? സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇൻചാർജ് ഉണ്ട്, നമുക്കിവിടെ ഔട്ട് പോസ്റ്റാണ് ഇൻചാർജ്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീ എവിടെയെങ്കിലും പുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വാക്കി ടോക്കി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻ കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേന് ഇവിടെ ചെറിയൊരു പുകയുണ്ടായി, പെട്ടെന്ന് തന്നെ ഇവിടെ ആളിക്കത്തി. അപ്പോൾ നമുക്ക് ഇവിടെ വാട്ടർ ഫെസിലിറ്റി ഇല്ല. ഈ ഭാഗത്തേക്ക് വാട്ടർ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു യൂണിറ്റ് ഫയർ എഞ്ചിനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഫയർ എഞ്ചിനെ വിവരം അറിയിച്ചു. ഫയർ എഞ്ചിൻ വന്നിട്ട് അവർ വന്ന് ഇവിടെ തീ അണച്ചപ്പോഴത്തേന് അതേ പൊസിഷനിൽ തന്നെ അപ്പുറത്ത് 2 തീ ആളിപ്പാകുന്നു. തീ കത്തിയ സമയത്ത് തന്നെ നമ്മുടെ ജോലിക്കാർ തന്നെ, ഇവിടുത്തെ ജോലിക്കാർ തന്നെ എത്രയും പെട്ടെന്ന് അവരുടെ ഒരു നല്ലൊരു പിന്തുണയോടുകൂടി ആ തീ നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ അത് നമ്മൾ അണയ്ക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം ഒന്നും തന്നെയില്ല. ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ, കഴിഞ്ഞ മാർച്ചിൽ നമുക്കറിയാം വലിയ രീതിയിലൊരു ഒരു തീപിടുത്തം ഉണ്ടായി. 1.5 മാസത്തോളമാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കൊച്ചിയിലെ ജനത അനുഭവിച്ചത്. അതിനുശേഷം ഈ എല്ലാ മാസവും മന്ത്രിയുടെ തന്നെ പി രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഒരു രീതിയിലെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയർഫോഴ്സിന്റെ, അതുപോലെ തന്നെ ഫയർ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ളവ ഇവിടെ കൊണ്ട് എല്ലാ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 3 ഇടങ്ങളിൽ ചെറിയ രീതിയിൽ തീ കത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആ തീ കെടുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ നിവിനൊപ്പം റിനു ശ്രീധർ, മീഡിയ 1.